ഗുണ്ടാ നേതാവ് മരട് അനീഷിനെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സ്പായിൽ കയറി ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. തൃശൂരിൽ വെച്ചാണ് മരട് അനീഷ് പിടിയിലാവുന്നത്. അനീഷിന്റെ കൂട്ടാളികളായ അജിത്ത്, പ്രേംജിത്ത് എന്നിവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിതിൻ സേവരി വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. നിതിൻ, മരട് അനീഷ് എന്ന ആനക്കാട്ടിൽ അനീഷ് ആന്റണി ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിൽ കൊലപാതകമുണ്ട്, കത്തിക്കുത്തുണ്ട്, ഭീഷണിപ്പെടുത്തലുണ്ട്, ലഹരിയുണ്ട്, കൊട്ടേഷനുണ്ട്. അങ്ങനെ 50-ലേറെ കേസുകളിൽ പ്രധാനപ്പെട്ട പല കേസുകളിലും ഇയാൾ പ്രതിയാണ്. പക്ഷേ സ്വാധീനം ഉപയോഗിച്ചുണ്ടതിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പോലീസ് സേനയ്ക്കുള്ളിലെ സ്വാധീനമുണ്ട്. എപ്പോഴും രക്ഷപ്പെട്ടു പോവുകയാണ് ഈ അനീഷ് ആന്റണിയുടെ പതിവ്. ഏറ്റവും പുതിയ ഈ ഒരു കേസിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇതിലെങ്കിലും ശക്തമായൊരു നടപടി നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കണോ നിതിൻ? കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ മരട് അനീഷ് കേസിൽപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല. സംസ്ഥാനത്തിനകത്തും പുറത്തും നിരവധി ക്രിമിനൽ കേസുകൾ അനീഷിനെതിരെയുണ്ട്. ഇത്തവണ നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ അനീഷ് നേരിട്ട് ഇടപെട്ടിട്ടില്ല. തന്റെ കൂട്ടാളികളെ ഉപയോഗിച്ചുകൊണ്ട് സ്പായിൽ നിന്നും ഇയാൾ ഗുണ്ടാ പിരിവ് ആവശ്യപ്പെടുകയായിരുന്നു. അതായത് ഈ കേസിൽ പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലെ 3 പ്രതികൾ അജിത്ത്, സബിൻ, പ്രേംജിത്ത്, ഇവർ 3 പേരും അനീഷിന്റെ അടുത്ത അനുയായികളാണ്. ഇവർ 3 പേരും നെടുമ്പാശ്ശേരിയിലുള്ള ഒരു സ്പായുടെ ഉടമസ്ഥയായ യുവതിയെ വിളിച്ചു വരുത്തി ഒരു ചായക്കടയിൽ കൊണ്ടുവന്ന ശേഷം അവരോട് തങ്ങൾ വലിയ ഗുണ്ടകളാണ്, മരട് അനീഷിന്റെ അടുത്ത ആളുകളാണ്, നിങ്ങൾക്ക് സ്വസ്ഥമായി സ്പാ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ദിവസവും 4000 രൂപ വീതം ഗുണ്ടാ പിരിവ് നൽകണം, ഇല്ലെങ്കിൽ നിങ്ങളെ ലഹരി കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇവർ പക്ഷേ ഗുണ്ടാ പിരിവ് നൽകുന്നില്ല. തുടർന്ന് വീണ്ടും ഇവരെ അതേ ചായക്കടയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരുത്തി നിങ്ങൾ ഗുണ്ടാ പിരിവ് നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ കടയിൽ MDMA കൊണ്ട് സ്ഥാപിച്ച് നിങ്ങളെ ലഹരി കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതിനൊപ്പം 2ാം പ്രതി താൻ പബ്ബിൽ വെടിവെപ്പ് നടത്തിയ കേസിലെ പ്രതിയാണ്, അത് കണ്ടിട്ടുണ്ടാകുമല്ലോ, അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ നടത്തും, അതുകൊണ്ട് പൈസ തരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. തുടർന്നാണ് ഈ യുവതി നെടുമ്പാശ്ശേരി പോലീസിന് പരാതി നൽകിയത്. പരാതി നൽകിയതിന് പിന്നാലെ മരട് അനീഷും കൂട്ടാളികളും ഒളിവിൽ പോകുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തൃശൂരിൽ നിന്നും അനീഷിനെയും കൂട്ടാളികളെയും പിടികൂടുന്നത്. നിലവിൽ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇവരുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ശരി നിതിൻ, നിരവധി കേസുകളിൽ, ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. കൊലപാതകം, കുഴൽപ്പണക്കടത്ത്, കവർച്ച, ഭീഷണിപ്പെടുത്തൽ, കൊട്ടേഷൻ, അങ്ങനെ നീളുന്ന കേസുകളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. പലവട്ടം ഇയാൾ അഴിക്കുള്ളിലായിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിൽ അഴിക്കുള്ളിലാവുന്നു. അതിലും വേഗത്തിൽ പക്ഷേ പുറത്തിറങ്ങുകയാണ് പതിവ്. അതാണ് ആനക്കാട്ടിൽ അനീഷ് ആന്റണിയുടെ ഒരു ചരിത്രം. അതിലിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഒത്താശ ഈ ഗുണ്ടാ നേതാവിനെ കിട്ടിയിരുന്നുവെന്ന് എപ്പോഴും ഉയരുന്ന ആക്ഷേപമാണ്. അത് ആക്ഷേപമല്ല, അതൊരു സത്യമാണ്. അതിൽ രാഷ്ട്രീയ നേതാക്കളുടെയും പ്രധാനപ്പെട്ട പല ആളുകളും അനീഷ് ആന്റണിക്ക് വേണ്ടി മൊബൈൽ ഫോൺ കറക്കി സ്റ്റേഷനുകളിലേക്ക് വിളിക്കാറുണ്ട്, പോലീസ് ഇറക്കി വിടാറുണ്ട്. അനീഷ് വീണ്ടും കുറ്റങ്ങൾ ആവർത്തിക്കാറുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു കേസിലെങ്കിലും നടപടി ഉണ്ടാവട്ടെ. അനീഷ് കുറച്ചു നാളുകളെങ്കിലും ജയിലഴിക്കുള്ളിൽ കിടക്കട്ടെ.